ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായി സന്തോഷമായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ചേച്ചിയുടെ മകളുടെ കല്യാണ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കല്യാണ വീട്ടിലെത്തി. അപ്പോൾ കല്യാണ കുട്ടീനെ മണ്ഡപത്തിൽ കൊണ്ടുപോകേണ്ട പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ കുട്ടി പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ബൈബിൾ വായനയൊക്കെ നടത്തി. മോള് ക്രിസ്ത്യൻ കുട്ടിയാണെങ്കിലും പക്ഷേ മോളുടെ കല്യാണം വന്നിട്ട് ഹിന്ദു ആചാരപ്രകാരമുള്ള കല്യാണമാണ് കേട്ടോ. അപ്പം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ക്രമങ്ങളിൽ നടന്നു. ഇനി നമുക്കൊരു ചടങ്ങുണ്ട്, മുതിർന്ന ആൾക്കാർ കുരിശിട്ട് കൊടുക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചടങ്ങാണ് അടുത്ത് നടക്കുന്നത്. ആ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുട്ടീനെ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വീട്ടിൽ നിന്നും പെൺകുട്ടിയുടെ അനിയത്തിയും അമ്മയുടെ അമ്മയുമാണ് കേട്ടോ കൈ പിടിച്ച് ഇറക്കിയതിന് ശേഷം നമ്മൾ കാറിലിനി കൊണ്ട് പോകണം. അപ്പോൾ ഓരോരുത്തർ വീതം വധുവിൻ്റെ പുറകിൽ നിന്ന് വണ്ടിയിലേക്കൊക്കെ പോകാൻ വേണ്ടി വരികയാണ് എല്ലാവരും. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ കല്യാണ മണ്ഡപം എന്ന് പറയണത്. അപ്പോൾ എല്ലാവരും സുന്ദരിയായിട്ടൊക്കെ ഒരുങ്ങി ഇരിപ്പുണ്ട് കേട്ടോ എല്ലാവരും. അങ്ങനെ നമ്മുടെ വധു കാറിൽ കയറി. ആ കാറിൽ തന്നെ ബാക്കി അമ്മയുടെ അമ്മയും മറ്റ് അച്ഛനും ഒക്കെ ആയിട്ട് ആ കാറിൽ തന്നെ അങ്ങ് കല്യാണ മണ്ഡപത്തിലേക്ക് യാത്രയായി. അപ്പോൾ 11 മണിക്കാണ് ചെറുക്കനെ എതിരേൽക്കേണ്ട സമയം. അപ്പോൾ അതിന് മുമ്പ് നമുക്കവിടെ എത്തണം. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ വേറെ കാറിൽ ഞാനും ചേട്ടനും മക്കളും എൻ്റെ അനിയത്തിയും കല്യാണ പെണ്ണിൻ്റെ അനിയത്തിയൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ കല്യാണ മണ്ഡപത്തിൽ എത്തി കേട്ടോ. അപ്പോൾ കല്യാണ മണ്ഡപത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ തന്നെ അവിടെ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഒരു ഗണപതിയുടെ വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട്, പൂക്കൾ, നിലവിളക്കിൽ പൂവൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൂട്ടുകാർക്കൊന്ന് കാണിച്ചു തരണമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് അകത്ത് വന്നപ്പോൾ നമ്മൾ പെണ്ണിനെ എതിരേൽക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കണേണ് കേട്ടോ. ഈ ഇത് അവരുടെ കല്യാണം നടക്കാനുള്ള കതിർ മണ്ഡപം അലങ്കരിച്ച് ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പൂജാരി അവിടെ ഉണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടി. കാരണം നമുക്ക് ഇത്രയും അടുത്ത് നമ്മൾ കാണുന്നത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പരിപാടി. ഇപ്പം ചെണ്ടയും ഇതൊക്കെ വായിക്കാൻ ഈ സൈഡിൽ ഇരിപ്പുണ്ട്. പിന്നെ ചെറുക്കാൻ വരുമ്പോൾ എതിരേൽക്കാൻ വേണ്ടി നമ്മളുടെ സൈഡിൽ നിന്ന് ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അലങ്കരിച്ചൊക്കെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പൂജാരി പറഞ്ഞ് ചേച്ചീനെയും ചേട്ടനെയും വിളക്ക് കത്തിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ വന്ന് വിളക്ക് കത്തിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ 2 സൈഡ് വിളക്ക് വെച്ചിട്ടുണ്ട്. ആ 2 സൈഡും വന്ന് വിളക്ക് കത്തിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച സമയത്ത് നമ്മളുടെ ചെറുക്കനും കൂട്ടരും ഒക്കെ വന്നതായിട്ട് പറഞ്ഞു. അപ്പോൾ ആ സാധനമൊക്കെ എടുത്തുകൊണ്ട് അവരെ എതിരേൽക്കാൻ വേണ്ടി എല്ലാവരും വന്ന് നിൽക്കുകയാണ്. ഇതൊക്കെ ചേട്ടൻ്റെ വീട്ടുകാരാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ചെറുക്കൻ്റെ ആൾക്കാർ ചെറുക്കനുമൊക്കെ ആയിട്ട് വന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ കൂടെ പോയി. സഹോദരന്മാരും കൂടെ ആയിട്ട് പോയി നിന്ന് ചെറുക്കന് നമ്മൾ ഹാരമൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ ആ ചടങ്ങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് കല്യാണ പെണ്ണിൻ്റെ സഹോദരനാണ് കേട്ടോ. എതിരുമാലയൊക്കെ ഇട്ട് കൊടുത്ത് വേറൊരു സഹോദരൻ ബൊക്ക കയ്യിൽ കൊടുത്ത് അവർ രണ്ടുപേരും കൂടെയായിട്ട് അളിയനെ എതിരേറ്റ് അകത്തോട്ട് കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മളിനി നമ്മുടെ പെൺകുട്ടീനെ നമ്മൾ കൊണ്ടുവരുന്നത്. അങ്ങനെ എല്ലാവർക്കും നല്ല സുന്ദരിമാരായിട്ടൊക്കെയാണ് നിൽക്കണം കേട്ടോ. എല്ലാവരും വന്ന് പിന്നെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി അവരൊക്കെ ഇരുന്ന്. ഇതൊക്കെ ചെറുക്കൻ്റെ വീട്ടിലുള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും ഓരോ സ്ഥലങ്ങളിൽ പോയിരുന്ന് അവർ മണ്ഡപത്തിൻ്റെ ഉയരെ വന്നിട്ട് എല്ലാവരെയും നോക്കി ഒന്ന് നമസ്കരിക്കണമല്ലോ. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആ സമയത്ത് നമ്മളുടെ പെൺകുട്ടീനെ ഒരുങ്ങി സുന്ദരിയായിട്ടിരിക്കുന്ന നമ്മുടെ കല്യാണ വധുവിനെ എതിരേറ്റ് കൊണ്ടുവരികയാണ് എല്ലാവരും കൂടെ ചേർന്ന്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ ഒരു കല്യാണം. അച്ഛനും അമ്മയും മോളും കൂടെ ആയിട്ട് നിന്ന് എല്ലാവരെയും ഒന്ന് വണങ്ങിയതിന് ശേഷം കല്യാണത്തിനുള്ള സമയമായി. പോറ്റി താലിയൊക്കെ ഇതൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് ചെറുക്കൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ചെറുക്കൻ ഇനിയിപ്പോൾ താലി കെട്ടണ ചടങ്ങാണ് കേട്ടോ നമ്മളുടെ
കല്യാണ പെണ്ണിന്. അങ്ങനെ ആ കാര്യവും മംഗളകരമായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ കാത്തിരുന്ന ആ നിമിഷം വന്ന് ചേർന്നു. അതിനുശേഷം ഇനി മോതിരം ഇട്ട് കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഇട്ട്. അപ്പം നാത്തൂനാണ് പുറകിൽ നിൽക്കുന്നത്. എന്നിട്ട് ഹാരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതിന് ശേഷമാണ് മോതിരം ഇട്ട് കൊടുക്കണത്. അപ്പം നമ്മളൊക്കെ ഇന്ന് കണ്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട്. വീഡിയോകളൊക്കെ ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. ഞാനും അതിൻ്റെ ഇടയിൽ പോയി കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ കാണിച്ചു തരണ്ടേ. മറ്റ് മഞ്ഞൾ ചടങ്ങിൻ്റെയും റിസപ്ഷൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിന് മുമ്പ്, ഇതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളതൊക്കെ. അതൊക്കെ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കാണണം കേട്ടോ, കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ഒന്ന് ലൈക്കൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ ചടങ്ങുകൾ കഴിഞ്ഞു. പെൺകുട്ടിയുടെ നെറ്റിയിൽ സിന്ദൂരമൊക്കെ വെച്ച് കൊടുത്ത് ഇനി 3 പ്രാവശ്യം ഇങ്ങനെ വലയം വയ്ക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, ആ ചടങ്ങാണ് അടുത്ത് നടക്കാൻ പോണത്. അതിനു മുമ്പ് ചേട്ടൻ ചെറുക്കൻ്റെ കയ്യിൽ പെണ്ണിൻ്റെ കൈ വെച്ച് കൊടുത്ത് അതിൻ്റെ ശേഷം അവർ 3 പ്രാവശ്യം ഇങ്ങനെ വലയം ചെയ്യാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എടുക്കണത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല കൂട്ടുകാരെ, കാരണം എല്ലാം കൂടെ കൂട്ടുകാരെ ഒന്നും ബോറടിപ്പിക്കണ്ടല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം പാലും പഴവും കൊടുക്കണ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ചേച്ചിയും ചേട്ടനും മകളുമാണ് നിൽക്കുന്നത് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും അടുത്ത്. അങ്ങനെ പഴവും പാലും ഒക്കെ അവർക്ക് കഴിക്കാൻ കൊടുത്തതിന് ശേഷം 2 മണിക്ക് ഇവർക്ക് ഇവിടെ നിന്ന് പെണ്ണിനെ കൊണ്ട് അവരുടെ വീട്ടിൽ പോകണം. അപ്പോൾ അതിന് മുമ്പ് ഇനി സദ്യ കഴിക്കേണ്ട സമയമാണ്. അപ്പോൾ നേരത്തെ ഫുഡുകളൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, തിരക്കൊക്കെ ആയിരുന്നു. അപ്പം അവസാനത്തെ പന്തിയിലാണ് കേട്ടോ, അവസാനത്തെ പന്തിക്ക് ശേഷമുള്ള അവസാനത്തെ പന്തിക്ക് മുമ്പുള്ള പന്തിക്കാണ് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി. അങ്ങനെ സദ്യവട്ടവും കാര്യങ്ങളൊക്കെ അവിടെ വൃത്തിയാക്കി കഴിച്ചതിൻ്റെ ഇതൊക്കെ വൃത്തിയാക്കിയൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഈ കാണുന്നതൊക്കെ ചെറുക്കൻ്റെ കൂട്ടുകാരാണ് കേട്ടോ. അപ്പം അതിന് ശേഷം ചേട്ടനും ചേച്ചിയും ഒക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുത്തി. കാരണം 2 മണിയാകുമ്പോൾ പെണ്ണിനെ യാത്ര അയക്കണമല്ലോ, അവർക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് സദ്യയൊക്കെ കഴിച്ച് നല്ല സദ്യയായിരുന്നു കേട്ടോ കൂട്ടുകാരെ. അതിനുശേഷം ഞങ്ങളൊക്കെ സദ്യയൊക്കെ ഇരുന്നു. സദ്യയൊക്കെ കഴിച്ച് വന്ന സമയത്ത് പെണ്ണ് യാത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ അങ്ങനെയൊക്കെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് 3 പായസം ഉണ്ടായിരുന്നു, സേമിയവും കടലയും അടയും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരൊക്കെ ഞങ്ങൾക്ക് ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ് കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ, ടാറ്റാ, സീ യു.